എല്ലാവർക്കും നമസ്കാരം. ഈ പൊരി വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താലോ. ഈ ഉപ്പുമാവിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പൊട്ടുകടല നമുക്ക് ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കണം. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഒരു വലിയ ഉള്ളി എടുത്തു, കുറച്ച് കറിവേപ്പില എടുത്തു, കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തു, പിന്നെ ഇഞ്ചി ചെറിയൊരു പീസ് മാത്രം മതി, ഒരുപാട് വേണ്ട, ഇഞ്ചിൻ്റെ ആ കുത്തൽ വേണ്ട. എന്നിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഈ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടു. ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഈ പൊരി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട പൊരി നമുക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് കഴുകിയെടുക്കാം. കഴുകുന്നതിനെക്കാട്ടും ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിലിട്ട പൊരിയൊക്കെ നമുക്ക് കൈകൊണ്ട് ഒന്ന് വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്ന ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ പൊരി ഇട്ട് കൊടുക്കാം. പൊരി ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കും. ഇതിലേക്ക് തരിതരിപ്പായി പൊടിച്ചു വെച്ച പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. പൊട്ടുകടല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിയില, കുറച്ച് നല്ലോണം മല്ലിയില നന്നായിട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി നാരങ്ങേൻ്റെ ജ്യൂസ്, അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരി ഉപ്പുമാവ് റെഡിയായി. ഇത് വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തയക്കാം. ടേസ്റ്റി പൊരി ഉപ്പുമാവ് റെഡി. ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ഐറ്റം ആണല്ലോ പൊരി ഉപ്പുമാവ്. ഇനി പാട്ടായിക്കോട്ടെ. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വന്ന ചിറകുകൾ വീശി, പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ സ്വർണ്ണ ചിറകുകൾ വീശി. എങ്ങനെയുണ്ട് ഉപ്പുമാവ്? നന്നായിട്ടുണ്ട് അല്ലേ? ഗംഭീരമായിരുന്നു.